പാവങ്ങളെ സഹായിക്കണം. മഹാനരായ സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവറുകൾ ഈ നാടിനെ ലോകത്തോളം അറിയിച്ച വലിയ മഹാൻ. അവിടുന്ന് എന്തെല്ലാം സൽക്കർമ്മങ്ങളാണ് ഈ ജീവിതം കൊണ്ട് ചെയ്തത്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഒരുപാട് കാലം മാത്രം അള്ളാഹു നീട്ടിത്തരട്ടെ. പ്രിയമുള്ളവരെ, എത്ര വലിയ സൗഭാഗ്യമാണ് ഇമാമുകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ. കഴിഞ്ഞ കാലങ്ങളിലെ ഒരുപാട് മഹാരഥന്മാരുടെ ജീവിതം വായിച്ചാൽ പോലും തുല്യതയില്ലാത്ത വലിയൊരു സാന്നിധ്യമല്ലേ. ശിഷ്യഗണങ്ങളുടെ എണ്ണം നോക്കിയാൽ, രചനകളുടെ മഹത്വം നോക്കിയാൽ, നിർമ്മിച്ച പള്ളികളെ കുറിച്ച് പഠിച്ചാൽ, നടത്തിയ തജ്ദീദിനെ കുറിച്ച് നോക്കിയാൽ, നിലപാടുകളുടെ ശക്തിയെക്കുറിച്ച് നോക്കിയാൽ, ശരിയായ അഖീദയിൽ ഒരു ജനതയെ പിടിച്ചു നിർത്താനുള്ള കഷ്ടപ്പാടുകൾ വായിച്ചാൽ, പ്രായം മറന്നുള്ള സഞ്ചാരങ്ങളും കഠിനാധ്വാനങ്ങളും പഠിച്ചാൽ, മുൻഗാമികളായ ഇമാമുകളിൽ പോലും പലരിലും തുല്യതയില്ലാത്ത വിധം വലിയൊരു മഹാനല്ലേ സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവർകൾ. അതുകൊണ്ട് നമ്മളൊക്കെ ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണം. അതെന്തിനാണ്? അത് ദീനിന്റെ ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് ദുആ ചെയ്യണം. ഇമാമുന ശാഫഈ തങ്ങളുടെ കാലത്ത് ഇമാമുന ശാഫഈ തങ്ങൾക്ക് വേണ്ടി അക്കാലത്തുള്ളവർ ദുആ ചെയ്തു. കാരണം ഞാനിവിടെ ഉണ്ടായിട്ടെന്ത് കാര്യം? ശാഫഈ ഇമാം തങ്ങൾ ഒരു ദിവസവും കൂടി ഉണ്ടായാൽ ഈ ഉമ്മത്തിന് എത്ര വലിയ നേട്ടമാണ് എന്നവർ ചിന്തിച്ചു. ഇമാം അബൂ ഹനീഫ തങ്ങൾ അവിടുത്തെ ഗുരുവര്യർക്ക് വേണ്ടി മാ സല്ലൈതു സ്വലാത്തൻ ഇല്ലാ വദഅഉതു ലിശൈഖി ഹമ്മാദ് ബിൻ അബീ സുലൈമാൻ, എല്ലാ നിസ്കാരത്തിലും മുഹമ്മദ് ബിൻ അബീ സുലൈമാൻ എന്ന ഗുരുവര്യർക്ക് വേണ്ടി ഇമാം അബൂ ഹനീഫ തങ്ങൾ ദുആ ചെയ്തു. അതുകൊണ്ട് നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ദീനിന് ഉപകാരമുണ്ട് നമ്മുടെ ആലിമീങ്ങൾ ഇവിടെ ജീവിച്ചിരുന്നാൽ. അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാധാന്യത്തോടെ ദുആ ചെയ്യണം. അത് അല്ലാഹുവിന്റെ ദീനിനോടുള്ള മഹബ്ബത്താണ്. ആ ദീൻ ഇവിടെ നിലനിൽക്കണമെന്ന താല്പര്യമാണ്, അല്ലാതെ വേറെ ഏതെങ്കിലും വ്യക്തിപരമായ ഒരു കാര്യമല്ല. അത് ഈ ദീനിന്റെ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ദുആയിൽ ഉണ്ടാവണം. കഴിയുന്ന ഖൈറാത്തുകളൊക്കെ നമ്മൾ ചെയ്യണം.